ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നോക്കുന്നത്. കാര്യം എവിടെയും തന്നെ അത്ര സ്മൂത്ത് അല്ല. ഇസ്രായേലിൻ്റെ ഉള്ളിലായിക്കോട്ടെ, ഗാസയ്ക്കുള്ളിലാണെങ്കിൽ പിന്നെ പറയാതിരിക്കുന്നതാണ് ഭേദം. ആ രീതിയിലാണ് അവിടുത്തെ അവസ്ഥ. പട്ടിണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ പിക്ചറിലിരിക്കുന്ന ആളിനെ കണ്ടല്ലോ, മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഹമാസുമായിട്ട് നടത്തിയ ചർച്ച പരാജയമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര ഫ്രൂട്ട്ഫുൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹമാസുമായിട്ട് ചർച്ച നടത്തി ഇപ്പോൾ US-നും മതിയായ അവസ്ഥയാണ്. കാര്യമൊന്നുമില്ല, അവർ റെസ്പോൺസ് ആ രീതിയിലാണ് തരുന്നത്. ഇതിന് ഒന്നാമത്തെ കാര്യം, ഇത് നമ്മൾ ഇപ്പം അറ്റാക്ക് ചെയ്യും, മിലിറ്ററി ആക്ഷൻസ് എടുക്കും എന്ന് പറഞ്ഞിട്ട് 2, 3 തവണ 4, 5 തവണയായി ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞിട്ട്. ഒരു ടെമ്പററി ആക്ഷനെങ്കിലും എടുത്ത് കാണിക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. IDF നല്ല രീതിയിലുള്ള പ്രഷർ ഇടണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബന്ദികളെ വിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഇപ്പം ഗാസയ്ക്കുള്ളിൽ ഈ എയ്ഡ് ട്രക്കുകൾ നിർത്തി വെച്ചിരിക്കുന്നത്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ ഇതൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. അത് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പൊ ഇവര് ബന്ദികളെ പിടിച്ചു വെച്ചുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി തൊട്ട് ബന്ദികളെ പിടിച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴും 50-ലേറെ ബന്ദികളെ പിടിച്ചു വെച്ചുകൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് അല്ല, മറിച്ച് ഈ ബന്ദികളെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്യുന്ന ഈ ഒരു പവർ കട്ട്, വാട്ടർ കട്ട്, ഇതേപോലത്തെ പ്രഷർ ഇടുന്നുണ്ടല്ലോ, ഇതെല്ലാം ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് ഹമാസ് പറയുന്നത്. നല്ല വിരോധാഭാസമായിട്ടുണ്ട്. ഈ ഒരു പിക്ചർ കണ്ടല്ലോ, പ്ലാസ്റ്റിക് കവറിൽ വെള്ളം കെട്ടിച്ചെമ്മന്ന് സൈക്കിളിൽ കൊണ്ടുപോവാണ്. ഇതാണ് അവസ്ഥ. ഇത് ഗാസയ്ക്കുള്ളിൽ നിന്നുള്ള പിക്ചറാണ് കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് ഗാസ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലുപരിയായിട്ട് അടുത്ത കംപ്ലൈന്റ് വന്നുകൊണ്ടിരിക്കുന്നത്, ഈ ബ്രെഡ് ഉണ്ടാക്കുന്ന ബേക്കറീസ് ഉണ്ട്. അതായത് ഈ ഒരു മാവൊക്കെ ഈ ഒരു എയ്ഡ് ട്രക്കുകളിൽ കൊണ്ടുപോയിട്ട് ആ മാവെല്ലാം ഈ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗാസയ്ക്കുള്ളിൽ വിവിധ സ്ഥലങ്ങളിൽ ബേക്കറി ഉണ്ട്. പബ്ലിക് ബേക്കറിയാണത്, അത് ഫ്രീ ആണ്. അവിടെയാണ് ഈ ബേക്കറിയിലാണ് ഈ കോമൺ ആയിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്നത്. കാരണം അവിടെ മിക്ക ആൾക്കാരും ഈ ടെന്റുകളിലാണല്ലോ താമസം. അപ്പൊ ടെന്റുകൾക്കുള്ളിൽ ഈ കിച്ചൺ ഫെസിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോമൺ കിച്ചൺ ആണ് ഉള്ളത്. ഈ കോമൺ കിച്ചണിലാണ് ഈ ബ്രെഡൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബ്രെഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇപ്പം ഗ്യാസ് കണക്ഷൻ, ഇപ്പൊ അവിടെ ഫ്യൂവൽ ഷോർട്ടേജ് ആണ്. ഫ്യൂവൽ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് കറണ്ട് ഇല്ല, രണ്ടാമത് ആവശ്യത്തിനുള്ള വെള്ളമില്ല, മൂന്നാമത് അവിടെ ഗ്യാസ് കണക്ഷനും ഇപ്പം ഗ്യാസ് ഷോർട്ടേജ് ആണ്. അപ്പൊ തീ കത്തിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലെ അവസ്ഥ. ബേക്കറികൾ ഇത് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഓരോ ബേക്കറീസ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യപ്പെടും എന്നാണ് വാർത്തകൾ വരുന്നത്. എന്നാലും ഹമാസിന് ഒരു കുലുക്കമില്ല. ഹമാസ് ഒരു രീതിയിലും സഹകരിക്കുന്നില്ല. ഒരു ബന്ദികളെ പോലും വിട്ടുതരാം എന്നുള്ള ഒരു എഗ്രിമെന്റിൽ എത്തുന്നില്ല. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ നിലനിൽപ്പ്, ഈജിപ്തിന്റെ നിലനിൽപ്പ്, അല്ലാതെ ഈ ഗാസയ്ക്കുള്ളിലുള്ള പാലസ്തീനിയൻ ജനങ്ങളെ കുറിച്ചുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ ഈ ഗാസൻസിനെ കുറിച്ചുള്ള ഒരു ചിന്തയൊന്നും ഹമാസിനില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നശിച്ചാലും ജീവിച്ചാലും ഹമാസിന് ഒരു പ്രശ്നമില്ല എന്നാണ് ഹമാസ് ഈ ഒരു നെഗോസിയേഷനിൽ ഉടനീളം, ഈ ബന്ദികളെ ചൊല്ലിയുള്ള ചർച്ചയിൽ ഉടനീളം അവർ മികച്ച പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്. അവരിപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അവരെപ്പോഴും ഫൈറ്റേഴ്സ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിലാണ് അവർ. അഥവാ ഇനി ഗാസയ്ക്കുള്ളിൽ പട്ടിണി മരണങ്ങൾ സംഭവിച്ചാൽ അതും അവരൊരു നേട്ടമായിട്ട് തന്നെ കരുതി അതിനെയും സൊസൈറ്റിയിൽ, അതായത് ഈ കോമൺ വേൾഡിൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പ്രൊപ്പഗൻഡ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കുക. ഇരവാദത്തിന്റെ നമ്പർ 1 ആണല്ലോ ഇപ്പൊ ഹമാസ്. ഇതിന്റെ പേര് ധീരത എന്നല്ല പറയുന്നത്, ഇതിന് വേറെ പല പേരുകളൊക്കെ ഉണ്ട്. ഗാസയിലെ എയ്ഡ് കൊടുത്ത ഒരു വിഷയത്തെ ചൊല്ലി ഇസ്രായേൽ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരുടെ IDF-ന്റെ തന്നെ ട്വിറ്റർ പേജിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർ എടുത്തിട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 ട്രക്ക് കടന്നുപോയതിന്റെ ഒരു വീഡിയോ ആണ് അവർ ഡോക്യുമെന്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് 4 വിഷയങ്ങളാണ്. 1 സ്റ്റീൽ, 2 സെല്ലിംഗ്, റിയാം, അറ്റാക്ക്. ഈ 4 പോയിന്റാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ട്രക്കുകൾ ഇസ്രായേൽ തന്നെയാണ് ഈ ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ട്രക്കുകളെ കടത്തിവിടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെന്റിമെന്റൽ, ഒരു സിമ്പതിയൊക്കെ നോക്കി, മാനവികത, ഒരു മാനുഷികതയൊക്കെ നോക്കി കടത്തിവിടുന്ന ഈ ഒരു ട്രക്കുകൾ അവിടെ ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെയും ഹമാസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ തീവ്രവാദികൾ ഇതിനെല്ലാം മോട്ടിക്കുകയാണ്. അതാണ് സ്റ്റീൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം മോട്ടിച്ച് വെച്ചിട്ട് ഗാസയ്ക്ക് ഉള്ളിൽ തന്നെ റീസെയിൽ ചെയ്യുകയാണ്. അതായത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കൊണ്ടുപോയ എയ്ഡുകൾ ഇവർ മോട്ടിച്ചെടുത്തുകൊണ്ട് ഇതിനെ അവിടെ വിൽക്കുകയാണ് ഗാസയ്ക്കുള്ളിൽ. അപ്പൊ അവിടെ ആ ഗാസയ്ക്കുള്ളിൽ വിൽക്കുമ്പം അവിടെ നിന്ന് റവന്യൂ ജനറേറ്റ് ആവുന്നുണ്ട്. ഈ വിൽപ്പനയിലൂടെ അവർ പൈസ കണ്ടെത്തുന്നുണ്ട്. ഈ പൈസ തിരിച്ച് അവര് ഈ ലോക്കൽ ഏരിയയിൽ തന്നെ ഈ പൈപ്പുകൾ, അതേപോലത്തെ ഈ റോക്കറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അതുപോലെ തന്നെ റീആം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാ തയ്യാറെടുപ്പുകളും ഇവർ ഇതിനകത്ത് നടത്തുകയാണ്. അപ്പൊ ആ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തി ആയുധങ്ങൾ ശേഖരിച്ച് തിരിച്ച് ഇസ്രായേലിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു.
ഇതാണ് റിയാം പിന്നെ അറ്റാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 4 പോയിന്റുകളോട് ചേർത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇസ്രായേൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ഈ പബ്ലിക്കില് സോ കോൾഡ് വെസ്റ്റേൺ മീഡിയ ഉണ്ടല്ലോ, ഈ വെസ്റ്റേൺ മീഡിയയുടെ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഇസ്രായേൽ ഈ വക ഡോക്യുമെന്റ് ഒക്കെ തയ്യാറാക്കി വെക്കുന്നത്. കാരണം ഈ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഭയങ്കരമായിട്ട് കണ്ണുനീർ ഒഴുക്കും. ഇപ്പൊ UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി ഇവരൊക്കെ ഭയങ്കര കണ്ണുനീർ ഒഴുക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പൊ ഒരു ഉക്രൈൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് റഷ്യയോടൊപ്പം പോയത് കൊണ്ട് ഉള്ള ഒരു കണ്ണുനീർ ഒഴുക്കാണ്. ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാർ. അവർ ആ സ്വഭാവം തന്നെ വളരെ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യന്റെ അറബ് പ്ലാനിനെയൊക്കെ അവർ ബാക്കപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവർ October 7 ഒക്കെ നടന്നതിന് അവർ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല അവർക്ക്. ഹമാസ് അറ്റാക്ക് ചെയ്യുന്നതിനും ഹമാസ് നിരന്തരം ഇസ്രായേലിന്റെ അടുത്തിരുന്നുകൊണ്ട് ഇങ്ങനെ ഇസ്രായേലിനെ ഇങ്ങനെ അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കുന്നതിൽ അവർക്ക് പ്രശ്നമില്ല. അതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പൊ തൽക്കാലം ഗാസയിൽ ഒരു റീസെറ്റിൽമെന്റ് നടന്നാൽ മതി. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ആവശ്യം. ഗാസയ്ക്കുള്ളിൽ ജസ്റ്റ് ഒരു റീസെറ്റിൽമെന്റ് നടന്ന് ഇതെങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി. അതാണ് ഇതിന്റെ ഒരു ഇപ്പൊ ഈ നിലവിലെ ഒരു പോക്ക് അങ്ങനെയാണ്. പക്ഷെ ഇസ്രായേലിന് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ തീവ്രവാദ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നതും അവർ ഇതിനെ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതും അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ റോൺ ഡെർമർ ഈജിപ്തിൽ ഒരു ചർച്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ചർച്ച വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചർച്ചയാണ്, അല്ല നെഗോസിയേഷൻ ചർച്ചയൊന്നുമില്ല. അതായത് എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ഗാസയിലെ ജനങ്ങളെ ഈ സീനായ് മേഖലയിലോട്ട് ആ ഒരു ഡെസേർട്ടിലോട്ട് എപ്പോഴാണ് മാറ്റുന്നത്, ഇതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ഹാർഷായിട്ട് വളരെ ആർഗ്യുമെന്റൽ ബേസിസിലായിരുന്നു ആ ഒരു ചർച്ച എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലുള്ള ചർച്ചയാണ് നടന്നത്. വളരെ ചൂടേറിയ ചർച്ചയായിട്ടാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ഇനി ഗാസയ്ക്കുള്ളിൽ ഈജിപ്തിന് താക്കീത് കൊടുത്തായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഗാസയ്ക്കുള്ളിൽ വന്നിട്ട് ഇനി കൺസ്ട്രക്ഷൻ ചെയ്ത് നിങ്ങൾ വീണ്ടും ഇസ്രായേലിനെതിരെ വീണ്ടും ഒരു തീവ്രവാദ കൂട്ടത്തെ സൃഷ്ടിക്കാം എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ട. നിങ്ങൾ ഇതുവരെയുള്ള ചരിത്രം ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. നിങ്ങൾ ആ ഒരു സൈനായ് എന്ന് പറഞ്ഞ ആ ഒരു സൈഡിൽ സ്ഥലം ഒതുക്കി ഈ ഒരു ഗാസ ജനങ്ങളെ റീലൊക്കേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസുമായിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് വരാൻ. അറബ് ഗാസ റീകൺസ്ട്രക്ഷൻ പ്ലാനിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചത്. കാര്യം ഇസ്രായേലിന് സംസാരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടത് അമേരിക്കയല്ല, ഇസ്രായേൽ തന്നെയാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വിഷയം ചർച്ച നടത്തിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചർച്ചയ്ക്ക് വിളിച്ചത് ഈജിപ്റ്റാണ് കേട്ടോ. കാരണം ഈ അറബ് മീറ്റിംഗിൽ ഇവർ ഇതെല്ലാം അംഗീകരിച്ചതിന് ശേഷം ഈ വെസ്റ്റേൺ കൺട്രീസിന്റെ ഒരു 4-5 കൺട്രീസ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറഞ്ഞ UK, ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ഇവരുടെയൊക്കെ ഒരു സമ്മതമൊക്കെ മേടിച്ചുകൊണ്ട് ഈജിപ്ത് തന്നെയാണ് ഇസ്രായേലിനെ വിളിച്ചു വരുത്തിയത് ഈ ഒരു പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്മൂട്രിച്ച് അറിയാമല്ലോ, ഇസ്രായേലിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്ന ആളാണ്. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു മൈഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങാനുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രൊപ്പോസലാണ് പുള്ളി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാസ എക്സോഡസ്. ഈ ഗാസയുടെ എക്സോഡസിനെ കുറിച്ച് ഒരു മൈഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഈ ഒരു ഫാർ റൈറ്റ് വിങ്ങിന്റെ കീഴിൽ തന്നെയാണ് ഈ ഒരു ഇസ്രായേലിന്റെ ഉള്ളിൽ സെറ്റിൽമെന്റ് മിനിസ്ട്രി ഉണ്ട്. സെറ്റിൽമെന്റ് മിനിസ്ട്രി പുതിയ പ്ലാനുമായിട്ട് വെസ്റ്റ് ബാങ്കിനുള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അടുത്ത് വരാം. ശരിക്കും ഒരു മൈഗ്രേഷൻ അഡ്മിനിസ്ട്രേഷൻ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് തലത്തിൽ രൂപീകരിക്കാനാണ് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. US ഇന്ന് ശരിക്കും ഇസ്രായേലിന് ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. കാരണം ഈ ഗ്ലോബലി തന്നെ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക ചർച്ചയ്ക്ക് പോയി ഹമാസുമായിട്ട് എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഇത് തന്നെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ. അപ്പൊ ഇതിനകത്ത് അമേരിക്ക വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഏജന്റ് അല്ല അമേരിക്ക, നമ്പർ 1. 2, അമേരിക്കയുടെ സിറ്റിസൺസും ഹമാസിന്റെ കീഴിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഹമാസിനോട് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മൾ അത് തന്നെയാണ് ചെയ്തത് എന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് ഇസ്രായേലിനെ മാറ്റി നിർത്തിയതല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചയും നീക്കങ്ങളും ഇതെല്ലാം തന്നെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇസ്രായേൽ ഇപ്പൊ ഏത് മൊമെന്റിലും റെഡി ആയിട്ടിരിക്കുകയാണ്. അമേരിക്ക ഒന്ന് ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ ന്യൂക്ലിയർ സ്പോട്ടുകൾ അറ്റാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ ഇരിക്കുന്നത്. പക്ഷെ അമേരിക്ക ഇതുവരെ ഒരു ഓക്കെ പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടി മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഇറാൻ അതേസമയം ഒരു രീതിയിലുള്ള ഇൻവിറ്റേഷൻ അക്സെപ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കാൻ റെഡിയാണെന്നോ ഇതിനൊന്നും പറഞ്ഞിട്ടില്ല. റഷ്യ ഞങ്ങളുടെ വളരെ അടുത്ത ഒരു പാർട്ട്ണറാണ്. അപ്പൊ റഷ്യയുടെ ഗൈഡൻസ് അനുസരിച്ചിട്ട് എന്താണോ അതിന്റെ തീരുമാനം അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് ഇറാൻ റഷ്യയുടെ തലയിലേക്ക് ജസ്റ്റ് ഒരു ഡിപ്ലോമാറ്റിക്കലി ഒരു ഡയലോഗ് മാറ്റി വെക്കുകയും അതേപോലെ തന്നെ US ഒരു ബന്ധവുമില്ല എന്നുള്ളത് തീർത്തങ്ങ് പറഞ്ഞിരിക്കുകയാണ്. എലിസബത്ത് ചുസർക്കോവ് എന്ന് പറഞ്ഞൊരു ലേഡി, ഈ ലേഡി ഇവരൊരു റിസർച്ച് സ്കോളറാണ്. ഇവര് ഈ അറബിക് കൺട്രീസിലൊക്കെ ഇങ്ങനെ പോയി പഠിക്കുന്ന ഒരു ശീലമുള്ള ഒരു റിസർച്ച് സ്കോളറാണ്. അപ്പൊ അങ്ങനെ ഇവര് ഇറാഖിൽ എത്തിപ്പെട്ടപ്പോഴത്തേക്കും അവിടെ വെച്ച് ഇവരെ കാണാതായി. ഏതാണ്ട് 1.5 മാസം ആയെന്ന് തോന്നുന്നു. ആ രീതിയാണ് ഇവരെ കാണാതായത്. അപ്പൊ ഇതിനകത്ത് അറബ് മീഡിയാസ് ആണ് ഇതിനെ ലീക്ക് ചെയ്തത്, ഇങ്ങനെ ഒരു ലേഡിയെ ഇറാഖ് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത്.
പക്ഷെ ഇറാഖ് പറയുന്നത് ഞങ്ങളുടെ കസ്റ്റഡിയിലല്ല, ഇത് വേറെ ഏതോ അജ്ഞാതര് തട്ടിക്കൊണ്ടു പോയതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ ഈ ഒരു അൺനോൺ സോഴ്സിൽ നിന്ന് ഒരു രീതിയിലുള്ള മറുപടികളോ ഒരു രീതിയിലുള്ള റെസ്പോൺസോ അല്ലെങ്കിൽ ആരാണ് ഇത് ഏറ്റെടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അമേരിക്ക ഇതിനെ ചൊല്ലി ഇറാഖിന്റെ മേളിൽ ഒരു ത്രെഡ് കൊടുത്തിരിക്കുകയാണ്, ഒരു ഭീഷണി. ഇറാഖിന്റെ മേളിൽ അമേരിക്ക ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഇറാഖ് പ്രൈം മിനിസ്റ്റർ എത്രയും വേഗം ഇതിനെ കണ്ടെത്തി ഇതിനൊരു തീരുമാനം പുറത്ത് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ ഒരു ഈ ലേഡി എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു ലേഡി മിസ്സിംഗ് ആണ്. റഷ്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്, പക്ഷേ ഒരു ഇസ്രായേലിയും കൂടിയാണ്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ഇറാഖിൽ പോയത് റഷ്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഏത് രീതിയിൽ പോയാലും എങ്ങനെയായാലും ഇപ്പോൾ ലേഡി മിസ്സിംഗ് ആണ്. ഇവരെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ നെസറ്റില് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് 4500 പുതിയ വീടുകൾ സെറ്റിൽമെന്റ് മിനിസ്ട്രിയുടെ കീഴിൽ അപ്രൂവ് ആയിരിക്കുകയാണ്. ഈ 4500 വീടുകളും ഏത് ഭാഗത്താണെന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ജെറുസലേമിന്റെ ഭാഗത്ത്. അതായത് വെസ്റ്റ് ബാങ്കിൽ ഇപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് 4500 വീടുകൾ പണിയാനുള്ള ആ ഒരു അപ്രൂവലാണ് പാസ്സായിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പെർമിഷൻ പാസ്സായതോടുകൂടി 1030 വീടുകൾ ഇമീഡിയറ്റ് ആയിട്ട് പണിയാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ. അപ്പൊ അവിടെ സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ വെട്ടിത്തെളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ പിക്ചറിൽ കാണുന്ന ഈ ഒരു കുന്നുംപുറത്താണ് സ്ഥലമൊക്കെ വെട്ടിത്തെളിച്ച് റെഡിയാക്കിയിട്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ ഒരു 1030 വീടുകൾ പണിയാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ അനക്സേഷന്റെ ഭാഗമാണ്. അനക്സേഷൻ എന്ന് പറയാതെ അനക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സിറിയൻ ബോർഡറിൽ ഗോലാൻ ഹൈറ്റ്സ് ഭാഗത്ത് ഇസ്രായേൽ കൂടുതൽ ആർമിയെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. IDF സോൾജർ എക്സ്ട്രാ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം വേറെ ഒന്നുമല്ല, സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. പ്രിവെന്റീവ് മെഷേഴ്സിന്റെ ഭാഗമായിട്ടാണ് അവിടെ സോൾജേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. അറിയാലോ സിറിയയ്ക്കുള്ളിൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത്. സിറിയയ്ക്കുള്ളിൽ പിക്ചേഴ്സ് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷേ 400-ലധികം മൃതശരീരങ്ങൾ റോഡ് സൈഡിൽ കിടക്കാണ്. 400-ലധികം. ഇത് പുതിയ നമ്പറാണ്. ഇന്നലെ 1000 ഉണ്ടായിരുന്നല്ലോ, 1000 കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് അടുത്ത് 400 മൃതശരീരങ്ങൾ റോഡിൽ കിടക്കുന്നതായിട്ടാണ് വാർത്ത വരുന്നത്. അപ്പൊ എന്തായാലും സിറിയ അതിതീവ്ര നിലപാടുമായിട്ട് തീവ്രവാദികൾക്കൊപ്പം നിലനിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതിനകത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ അൽഷാറ എന്ന് പറയുന്ന ഇതിന്റെ നേതാവ്, HTSന്റെ ലീഡറായിട്ട് സിറിയയുടെ താൽക്കാലിക ഭരണാധികാരി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, നേരെ ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരല്ലേ അവർക്കെതിരെയാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നല്ല ഉടായ്പ് എന്ന് പറഞ്ഞാൽ 1-ാം നമ്പർ ഉടായ്പ്. ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാർ, അവരുടെ കയ്യിൽ ഒരു ആയുധവുമില്ല. ഇതൊക്കെ സിവിലിയൻസ് ആണ്. ഇപ്പൊ ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഈ അസാദിന്റെ, അതായത് ഇതിന് മുമ്പിരുന്ന ഭരണകൂടത്തിന്റെ അനുയായികളായിട്ടുള്ള ആൾക്കാരാണ് ഇത് ചെയ്തത് എന്നുള്ള നിലയിലാണ് ആൾ വരുത്തി തീർക്കുന്നത്. പുള്ളി പറയുന്നത്, നിങ്ങൾ ആയുധം താഴെ വെക്കുക, നിങ്ങൾ HTS ഭരണകൂടത്തിനെതിരെ ഒരു പ്രവൃത്തികളും ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ നിങ്ങൾ സിവിലിയൻസിന് നേരെ ആക്രമണം അയച്ചുവിടാൻ പാടില്ല. എങ്ങനെയുണ്ട്? ഈ HTSന്റെ സംഘടനയാണ് ഈ അലോവൈറ്റ് എന്ന് പറഞ്ഞ് ഇവരെ ക്ലെയിം ചെയ്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അലോവൈറ്റ്, ക്രിസ്ത്യൻസ്, ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെയൊക്കെ വധിക്കുന്നത് ഈ HTS ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തലതിരിച്ച് സംസാരിച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാട്, അത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു അൽഷാറ എന്ന് പറഞ്ഞ ഈ ഒരു സിറിയയുടെ HTSന്റെ നേതാവ് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ അനുയായികൾ ആരെ വേണേലും ആക്രമിക്കാം എന്നുള്ള രീതിയിലുള്ള പെർമിഷൻ കൊടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ആരെ വേണേലും നിങ്ങൾ തട്ടിക്കോ, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളാം. ആ രീതിയിലാണ് സംഗതി മുന്നോട്ട് പോകുന്നത്. 1967 ശേഷം വെസ്റ്റ് ബാങ്ക് കാണുന്ന ഏറ്റവും വലിയ എവാക്വേഷൻ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 40,000 മുതൽ 60,000 ആൾക്കാർ വെസ്റ്റ് ബാങ്കിൽ ഡിസ്പ്ലേസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഗാസയ്ക്കുള്ളിലാവാം, ഇല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലാവാം. US ഒരു പാലസ്തീനിയനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുഹമ്മദ് ഖലീൽ എന്നാണ് ഇയാളുടെ പേര്. ഇവരുടെ ഗ്രീൻ കാർഡ് അമേരിക്ക വിഡ്രോ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇവരെ അറസ്റ്റ് ചെയ്ത്, ഈ ഒരു മുഹമ്മദ് ഖലീലിനെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്തിരിക്കുകയല്ല, ഇന്തിഫാദ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോളേജിനുള്ളിൽ പ്രകടനം നടത്തിയതും അതിന്റെ ഒരു ലീഡറായിട്ട് ചുമതലയേറ്റ് കോളേജുകളിൽ നിരന്തരം ഈ ഒരു ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള റാലികൾ സംഘടിപ്പിച്ചതിനും പ്രൊട്ടസ്റ്റ് നടത്തിയതിനും എതിരെയാണ് ഈ ഒരു കേസ്. കോളേജിൽ പോയാൽ പഠിക്കണം, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെതിരെ പ്രവർത്തിച്ചതിനാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ബൈഡൻ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് ഇതൊരു വിഷയമല്ലായിരുന്നു. പക്ഷേ ട്രംപ് വന്ന സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ മാറി. അപ്പൊ ഇതിനെ തുടർന്ന് ഒരുപാട് സ്റ്റുഡൻസ്, പാലസ്തീനികളായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, അതേപോലെ ഈ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ, ഒരുപാട് പേര് ഈ ഒരു ഹമാസിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, അതുപോലെ തന്നെ ഹമാസിന് ഫണ്ട് കൊടുത്ത ആൾക്കാർ, ചാരിറ്റി എന്ന് പറഞ്ഞ് പല ഓർഗനൈസേഷനും ഈ ഒരു US എയ്ഡിന്റെ പേരിൽ നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ FBI ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ പിടി വീഴും എന്ന് അറിഞ്ഞ ആൾക്കാരെല്ലാം തന്നെ അമേരിക്ക വിട്ടു പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പിടി വീഴും എന്ന് അറിയാവുന്ന ആൾക്കാരെല്ലാം, അതായത് ഹമാസുമായിട്ട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കണക്റ്റഡോ ഏതെങ്കിലും രീതിയിൽ ഫണ്ട്, ചാരിറ്റി ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ, അവരെല്ലാം US നിന്നും സ്ഥലം കാലിയാക്കുന്ന ഒരു സാഹചര്യവും ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ കോളേജ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ, കോളേജ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു അറസ്റ്റ് നടന്ന സ്ഥിതിക്ക് കോളേജ് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവർ UK, കാനഡ, മറ്റുള്ള രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കോളേജിൽ പഠിക്കാൻ സാഹചര്യമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയും
അങ്ങനെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം US നാഷണാലിറ്റി ഉള്ള ആൾക്കാർ തന്നെ പലരും പോകുന്നതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ US നാഷണാലിറ്റി ഉള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പോകാൻ പറ്റും. കാരണം അവർക്ക് പല സ്ഥലങ്ങളിലും വിസ എൻട്രി ഉണ്ട്. വിസ എൻട്രി ഓൺ അറൈവലിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ UK പരമാവധി ആൾക്കാർ UK പോകുന്നതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. UK ഗുണനിലവാരം മെച്ചപ്പെട്ടതുകൊണ്ടല്ല പോകുന്നത് കേട്ടോ. ഇതുപോലെ കേസിൽപ്പെട്ട് അമേരിക്കയിൽ ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് പോകുന്നത്. ഈ ഒരു വ്യക്തി അറസ്റ്റ് ചെയ്തത് കൊളംബിയ യൂണിവേഴ്സിറ്റി നിന്നാണ്. ആ കൊളംബിയ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കാനുള്ള $400 മില്യൺ എയ്ഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ കോളേജിന്റെ കാര്യം കുറച്ച് അവതാളത്തിലും പരിങ്ങലിലും ആയത്. കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, ഈ ഒരു ഹമാസിനെ പിന്തുണ നൽകി പ്രൊട്ടസ്റ്റ് നടത്താൻ അവിടെ പെർമിഷൻ ഒക്കെ കൊടുത്തിട്ട് ചിരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഗാസയുടെ അവസ്ഥ തന്നെയാണ്. ഗാസയുടെ അവസ്ഥ പരിതാപകരമാണ്. പട്ടിണിയിലോട്ട് നീങ്ങുകയാണ് ഗാസ. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്, കാലാവസ്ഥ മാറിയിരിപ്പുണ്ട്, കറണ്ട് ഇല്ല, കുടിവെള്ളമില്ല. ഇതാണ് അവസ്ഥ. 7 ട്രക്കുകളാണെങ്കിൽ കടത്തിവിടില്ല എന്നുള്ള ഉറച്ച നിലപാട് എടുത്ത് ഇസ്രായേൽ ഇരിക്കുമ്പോൾ തന്നെയും ഇസ്രായേലിന്റെ ഉള്ളില് ഈ ബന്ദികളുടെ ഫാമിലി അവർ വന്നിട്ട്, കാരണം ഈ ബന്ദികളും ഗാസയിൽ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ എന്നുള്ളൊരു അനുമാനത്തിൽ അവര് വന്നിട്ട് നെതന്യാഹുവിന്റെ സർക്കാരിന്റെ മേളിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഇടുകയാണ്. ആ പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കറണ്ട് കട്ട് ചെയ്യരുത്, വെള്ളം കട്ട് ചെയ്യരുത്, എല്ലാം കൊടുക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും. കാരണം ഇസ്രായേൽ സിറ്റിസൺസ് അവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ ഗാസയിൽ, അപ്പൊ അവർക്കും കൂടെ ഇത് ബുദ്ധിമുട്ടാവും എന്നുള്ള നിലയിൽ ഞങ്ങൾ കോടതിയെ അപ്രോച്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കോടതി അപ്രോച്ച് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഒരു ബന്ദികളെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള പ്രഷറൊക്കെ ഇടുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് ഈ ഇസ്രായേലിന്റെ ഗവൺമെന്റിന് അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ എന്നുള്ള അവസ്ഥയാണ്. ആ രീതിയിലാണ് ഈ ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. വളരെ ക്രൂഷ്യൽ ആയിട്ടും വളരെ നിർണായകമായിട്ടുള്ള ഡിസിഷൻസ് ആണ് നെതന്യാഹു എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറയാതിരിക്കാൻ വയ്യ. കാര്യം വേറെ ഒന്നുമില്ല, അങ്ങോട്ട് തിരിഞ്ഞ ബന്ദികളുടെ ഫാമിലീസ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന്, ഇങ്ങോട്ട് തിരിഞ്ഞ ഹമാസ് ഞങ്ങൾ ബന്ദികളെ വിടില്ല എന്നുള്ള രീതിയിൽ ഈ ഏത് ഡിസിഷൻ എടുക്കണം, ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഷർ ഹൈക്കിംഗ് മൊമെന്റിലൂടെയാണ് നെതന്യാഹു കടന്നു പോകുന്നത്. പല ഒക്കേഷൻസ് ഇതേപോലെ നെതന്യാഹുവിന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.